പാലക്കാട് ചിറ്റൂർ പുഴയിൽ കുടുങ്ങിയ എല്ലാവരെയും രക്ഷിക്കാൻ സാധിച്ചുവെന്ന ആശ്വാസ വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത്. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലാണ് തമിഴ്നാട്ടിൽ നിന്ന് വന്ന 4 പേരാണ് ഈ പുഴയിൽ കുടുങ്ങിപ്പോയത്. ആ 4 പേരെയും സാഹസികമായി രക്ഷിക്കാൻ സാധിച്ചു. 3 പുരുഷന്മാരും ഒരു വയോധികയുമാണ് പുഴയിൽ കുടുങ്ങിയത്. VS ഗോകുൽ നമുക്കൊപ്പം വിവരങ്ങളുമായി അവിടെ നിന്ന് ചേരുന്നുണ്ട്. ഗോകുൽ, ആ കര കവിഞ്ഞൊഴുകുന്ന ഈ ചിറ്റൂർ പുഴ കാണുമ്പോൾ എത്രത്തോളം ദുഷ്കരമായിരിക്കണം ആ രക്ഷാപ്രവർത്തനമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ സമയോചിതമായ ഇടപെടൽ, രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ നടന്നു. ആ 4 പേരെയും നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞു, കരയ്ക്കെത്തിക്കാൻ കഴിഞ്ഞു. മന്ത്രി കൃഷ്ണൻകുട്ടി പറഞ്ഞതുപോലെ എല്ലാ അഭിനന്ദനങ്ങളും അത് ഫയർഫോഴ്സിന് തന്നെയാണ്. കാരണം വലിയൊരു രക്ഷാപ്രവർത്തനമാണ്. ആ പുഴയിലെ സ്ഥിതി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രയധികം കുത്തിയൊലിച്ചാണ് ഇങ്ങനെ വെള്ളം പോയിരുന്നത്. ആ ഒരു സാഹചര്യത്തിലും അവർ ആ 4 പേരെയും ഒരു അതിസാഹസികമായി രക്ഷിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. 4 പേർ, ഒരു പ്രായമായ സ്ത്രീ അടക്കമുള്ളവരാണ് ഇങ്ങനെ പുഴയുടെ നടുക്ക് കുടുങ്ങുന്ന ഒരു സ്ഥിതി വന്നത്. മൂലത്തറ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ തുറന്നതോടെ ചിറ്റൂർ പുഴയിൽ പെട്ടെന്ന് ക്രമാതീതമായ രീതിയിൽ വെള്ളം പെട്ടെന്ന് ഉയരുകയായിരുന്നു. ഇവർ തമിഴ്നാട് സ്വദേശികളാണ്. ഇവർക്ക് അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ളവരല്ലാത്തതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെ കുറിച്ച് അറിയില്ലായിരുന്നു, കൃത്യമായി മനസ്സിലാക്കിയിരുന്നില്ല. അങ്ങനെയാണ് ഇവർ ഇറങ്ങുകയും ഈ ഒരു കാര്യം ഉണ്ടാവുകയും ചെയ്തു. വളരെ പെട്ടെന്ന് പിന്നീട് വെള്ളം കയറുകയും ഇവർക്ക് തിരികെ വരാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി. ഏതായാലും ഫയർഫോഴ്സിന്റെ ഒരു സമയോചിതമായ ഇടപെടൽ കൊണ്ട് തന്നെ ഇവരുടെ ജീവൻ രക്ഷിക്കാനായി എന്നുള്ളത് പറയേണ്ടി വരും. ഏകദേശം 1 മണിക്കൂറിനടുത്ത സമയം അവർക്ക് അവിടെ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ആ വടം കെട്ടി അവരെ ഓരോരുത്തരെയുമായി പിന്നീട് കരക്കടിപ്പിക്കുന്ന ഒരു വലിയ രക്ഷാദൗത്യമാണ് പിന്നീട് ചിറ്റൂർ സാക്ഷ്യം വഹിച്ചത്. ആ പുഴയിലെ വെള്ളം കണ്ടാൽ നമുക്കറിയാം കുത്തിയൊലിച്ചു വരികയാണ്. ഒരു തരത്തിലും നിലയില്ലാത്ത കയത്തിലേക്ക് ഇങ്ങനെ പോകുന്ന രീതിയിലേക്കുള്ള അത്ര ശക്തമായ കുത്തൊഴുക്കുള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരികെ വരാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. എങ്കിലും ആ സാഹചര്യത്തിലും ഫയർഫോഴ്സ് എത്തി അവർ സംയോജിതമായി വടം കെട്ടി അതോടൊപ്പം തന്നെ അതിൽ ട്യൂബുകളിൽ നിന്ന് ആളുകളെ ഓരോരുത്തരെയായി തന്നെ കരക്കി എത്തിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. ഏതായാലും അത് വലിയ രീതിയിൽ വിജയം കണ്ടു. 4 പേരെയും രക്ഷിക്കാനായി എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. ഏതായാലും ഫയർഫോഴ്സും പോലീസും വലിയ അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ചെയ്തത്. മന്ത്രി പറഞ്ഞതുപോലെ തന്നെ ഈ മൂലത്തറ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. അതാണ് ഇങ്ങനെ ഒരു പുഴ കുത്തിയൊലിക്കാനുള്ള ഒരു കാരണം. അല്ലാതെ അത്ര മഴ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു, അല്ലേ? സ്വാഭാവികമായും ഈ ചിറ്റൂർ മേഖല പൊതുവെ തന്നെ മഴ കുറവ് ലഭിക്കുന്ന ഒരു മേഖലയാണ്. വലിയൊരു മഴ എന്ന് പറയുന്ന അല്ലെങ്കിൽ ശക്തമായൊരു മഴ എന്ന് പറയുന്നത് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. പിന്നീട് എന്നാലും രാവിലെ മുതൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിശക്തമായൊരു മഴ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ മൂലത്തറ ഡാമിന്റെ ഷട്ടറുകൾ കൂടി തുറന്നതോടെ വെള്ളം വളരെ പെട്ടെന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയുന്നതിന് മുൻപ് തന്നെ ഉയരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. അങ്ങനെ പ്രവചിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് നമ്മൾ നോക്കി നിൽക്കുന്ന സമയത്ത് വെള്ളം ഉയരുക എന്ന് പറയില്ല, ആ രീതിയിലേക്ക് വെള്ളം ഉയരുന്ന ഒരു സാഹചര്യം വന്നു. ഇതാണ് ഈ രീതിയിലേക്ക് ഇവരെ അപകടത്തിലേക്ക് എത്തിച്ചത്. അവർക്ക് പിന്നീട് ആ നടുക്കു നിന്ന് പിന്നീട് കയറാൻ തിരികെ വരാൻ കഴിയാത്ത 4 പേർക്കും കഴിയാത്തൊരു സ്ഥിതി വന്നു. അതാണ് ഇങ്ങനെ പെട്ടെന്ന് 1 മണിക്കൂർ നേരത്തിനടുത്ത് അവരെ അവിടെ കുടുങ്ങുന്ന രീതിയിലേക്ക് എത്തിച്ചത്. പിന്നീട് അന്യ സംസ്ഥാനത്തിൽ നിന്നുള്ള ആളുകളാണെന്ന് തോന്നുന്നു, മൈസൂരിൽ നിന്ന് വന്നവരാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണോ ഈ അവിടെ ജാഗ്രതാ നിർദ്ദേശമൊക്കെ നൽകിയിരുന്നോ ഈ പുഴയിൽ ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട്? ഇവര് മൈസൂരിൽ നിന്ന് വന്നതുകൊണ്ട് അത് അറിയാതെ പോയതാണോ ഗൂഗിൾ? തീർച്ചയായും അങ്ങനെ വേണം കരുതാൻ. കാരണം ഇപ്പൊ ഈ പുഴയിൽ ഇറങ്ങരുത് എന്നുള്ള ജാഗ്രതാ നിർദ്ദേശമൊക്കെ ജില്ലാ ഭരണകൂടം നൽകിയിരുന്നു. അത് സൂക്ഷിക്കണം, കാരണം വെള്ളം വളരെ പെട്ടെന്ന് ഉയർന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ മൂലത്തറ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ തുറക്കുമെന്നുള്ള കാര്യവും അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പുഴയിൽ വെള്ളം ഉയരാനുള്ള ഒരു സാധ്യത ഒക്കെ തന്നെ നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടം നൽകിയിരുന്നു. ഒരുപക്ഷെ ഇവർ അത് അറിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അവർക്ക് ആ കാര്യങ്ങൾ സ്വാഭാവികമായും പുറത്തുനിന്ന് വരുമ്പോൾ ഇതൊന്നും തന്നെ അത്ര മനസ്സിലാക്കണമെന്നില്ല. ഇത് ആ പ്രദേശത്തുള്ളവർക്കും അല്ലെങ്കിൽ അതിന്റെ തീരത്ത് താമസിക്കുന്നവർക്കും മാത്രമേ ഈ കാര്യങ്ങളിൽ കൃത്യമായൊരു ധാരണ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവർ ആ ധാരണ ഇല്ലാതെയായിരിക്കാം അവിടേക്ക് എത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ സാധാരണ സമയത്ത് ഇപ്പോൾ റെഗുലേറ്റർ തുറന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഈ പാറ കാണാൻ കഴിയുന്നതില്ല. ആ ഭാഗത്തു നിന്ന് കര വരെയും നമുക്ക് നടന്നു പോകാൻ കഴിയുന്ന വെള്ളമേ ഉണ്ടാകുകയുള്ളൂ. ഇത്തരത്തിലുള്ള കുത്തിയൊലിപ്പ് ഉണ്ടാകില്ല. ചെറിയ നിലയിലുള്ള ഒരു വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത്രയധികം വെള്ളം ഉണ്ടാവില്ല. നമുക്ക് ആ രക്ഷപ്പെടുത്തിയ ആളുകളെ കാണാൻ കഴിയുന്നുണ്ട്. വളരെ പ്രയാസപ്പെട്ടാണ് ഫയർഫോഴ്സ് അവരെ തിരികെ കരയിലേക്ക് എത്തിച്ചത്. നമുക്ക് 2 ദൃശ്യങ്ങൾ സ്ക്രീനിൽ പ്രേക്ഷകർ കാണുന്നുണ്ട്. ഒന്ന് കരയ്ക്ക് എത്തിച്ചതിന് ശേഷമുള്ള അവരുടെ ദൃശ്യങ്ങളാണ്, മറുഭാഗത്ത് ആ രക്ഷാപ്രവർത്തനത്തിന്റെ ദൃശ്യങ്ങളാണ്. മന്ത്രി തന്നെ പറഞ്ഞിരുന്നു അവരുടെ ധൈര്യം കൂടി സമ്മതിക്കണം. കാരണം 3 പുരുഷ
പുരുഷന്മാരും ഒരു വയോധികയുമാണുള്ളത്. അപ്പം അല്പം പ്രയാസമുണ്ടായിരുന്നു, കാരണം അത്രയും എളുപ്പമല്ല ഇങ്ങനെ കുത്തിയൊലിക്കുന്ന ഒരു പുഴയിലൂടെ രക്ഷാപ്രവർത്തനം നടത്തുക എന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ഫയർഫോഴ്സിനെ മന്ത്രി അഭിനന്ദിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും മാറ്റിട്ടേ ആശുപത്രി പോണെങ്കിൽ പോവാം. ചായ കുടിച്ചിട്ട് പോകണ്ട.